ഇനി ഐ ലവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിന്റെ ക്വാളിറ്റി നോക്കാം. ഉസ്താദെ പറയൂ, എന്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ക്വാളിറ്റികൾ? എന്റെ ഭാഗത്തു നിന്ന് ഒരു അനിഷ്ടം എന്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. സത്യമാണോ ഈ പറയുന്നത്? അങ്ങനെ ഇരിക്കെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു. അവർ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, എന്റെ ദിവസത്തിലും എന്റെ വീട്ടിലും വെച്ചായിരുന്നു നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഞാനൊരു വികാര ജീവിയാണ്. എനിക്ക് ശാരദയോടുള്ള ഈ വികാരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാക്കി കളഞ്ഞല്ലോ. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു, എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല. ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി. എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന്. എനിക്കൊരു വിഷമമില്ല. ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയുകയും ചെയ്തു. ഭയങ്കരം തന്നെ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി. വാനലോകത്ത് നിന്ന് ഭൂവലത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിച്ചു. അല്ലാഹു പറഞ്ഞത്, നീ കളിക്ക്, ഞാൻ കണ്ടു രസിക്കുന്നുണ്ട്. ഓ പ്രവാചകരെ, നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത്? അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ അല്ലാഹു നിഷിദ്ധമാക്കിയതല്ല. അത് വ്യഭിചാരമായിരുന്നില്ല. അത് എന്തിനാണ് നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞത്? നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി അള്ളാഹ് അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകനെ തിരുത്തുകയായിരുന്നു. ഓഹോ, അപ്പൊ താങ്കളാണോ അതിന്റെ മാമ? അതായത് സ്വന്തം ഭാര്യ ഹഫ്സയെ നുണ പറഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ആ ഗ്യാപ്പ് നോക്കിയിട്ട് സ്വന്തം അടിമ പെണ്ണിനെ പൂശിയ പ്രവാചകൻ. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് ശരിയാണോ? ഇങ്ങനെ ഒരു പ്രവാചകനെയാണോ ആഗോള മാതൃകയാക്കണം, ഭൂലോക മാതൃകയാക്കണം? കളി തീർന്നു എന്ന് വിചാരിക്കരുത്, കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ദൈവം മരിച്ചു.